മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്? ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആൾ? സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട്. അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണെങ്കിലും 2 സീറ്റ് മത്സരമുണ്ടല്ലോ, പാലക്കാടും അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതിലെപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും? അതെനിക്കറിയില്ല. ഏത് ആര് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്? അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ. അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മുതൽ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അതായത് 18 സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ UDFന്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. അത് ഒരു സംഘടിതമായ ഒരു അജണ്ടയാണ്. ഞാൻ അതിലൊന്നും വീഴില്ല, കെണിയിലൊന്നും വീഴില്ല. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ലേ, ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും അത് ചെയ്യരുത്. ഇത്ര വലിയ വിജയം 10 പേരാണ് 1 ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത്. അതിൽ 4 പേര് 2 ലക്ഷത്തിന് മീതെ, 2 പേര് 3 ലക്ഷത്തിന് മീതെ ജയിച്ച ഉജ്ജ്വലമായ വിജയമാണ്. ആ വിജയത്തിന്റെ ഗ്രേസ് കളയല്ലേ. തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയാണ്. തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റിട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ എന്തിനാ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അതുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ടാണോ? അല്ലല്ലോ. തെരഞ്ഞെടുപ്പിലെ തോൽവിക്കിടയായ സാഹചര്യങ്ങളെ കുറിച്ച് പാർട്ടി അന്വേഷിക്കുക. അവിടെ മാത്രമല്ല, ചേലക്കരയിലും സിറ്റിംഗ് MP ആണ് അവിടെ പരാജയപ്പെട്ടത്, ഈ ആലത്തൂര്. ഉറപ്പായിട്ട് അതും പരിശോധിക്കുന്നത്, രണ്ടും പരിശോധിക്കും ഗൗരവമായിട്ട്. അവിടെ പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. UDF അത് പരിശോധിക്കും. അത് പരിശോധിച്ചിട്ടില്ലേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുള്ളൂ. നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണ് നമ്മൾ അന്വേഷണ കമ്മിറ്റി വെക്കണം. ഞാൻ അങ്ങനെ പറയുന്നതിൽ മര്യാദയോടല്ലേ ഞാനങ്ങനെ പറഞ്ഞ് ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ച ശരിയാണോ? KPCC ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നതിന് മുമ്പ് ഞാൻ പറയാണ് ഇന്ന ആളുകളൊക്കെയാണ്. നിങ്ങൾ എൻ്റെ അങ്ങനത്തെ സംഭവമൊന്നും കിട്ടില്ല. ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ CPM ശക്തി കേന്ദ്രങ്ങളിലാണ് BJPയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. തൃശ്ശൂരും അതെ. തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. തൃശ്ശൂര് ഒരുപാട് സ്ഥലത്ത് അന്തിക്കാട് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ CPM കോട്ടകളിലാണ് വോട്ട് മറിഞ്ഞ് BJPക്ക് പോയിരിക്കുന്നത്. അതൊക്കെ പരിശോധിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ തൃശ്ശൂരിനെ കുറിച്ച്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായിട്ട് അവർ തമ്മിലൊരു ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പറസ്റ്റിന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഒരു അറസ്റ്റ് നടന്നില്ല. ആ CPM നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പേടിപ്പിച്ചിട്ടാണ് ഇലക്ഷൻ കാലത്ത് തീർന്നിരുന്നത്. കയ്യും കാലും മറച്ചാണ് അവർ നിന്നിരുന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹമാണ് KPCC പ്രസിഡന്റ്. അദ്ദേഹമാണ് സംഘടനാപരമായ കാര്യങ്ങളിലെ അവസാന വാക്ക്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയപ്പോഴാണ് മറ്റൊരാൾക്ക് ചുമതലയെടുത്ത് അദ്ദേഹം തിരിച്ചു വന്ന് അത് ഏറ്റിട്ടുണ്ട്. അദ്ദേഹമാണ് ആ കാര്യങ്ങളെല്ലാം പറയേണ്ടത്. ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കും. ദീർഘനേരം സംസാരിച്ചത് അദ്ദേഹമായിട്ട്. അങ്ങനത്തെ ഒരു ചർച്ച UDFൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. UDFൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF ആണ്. KPCCയുടെ അനുവാദം വേണം, ഹൈക്കമാൻഡിന്റെ അനുവാദം വേണം. UDF ആണ് ഫൈനലായി തീരുമാനിക്കുന്നത്. UDFൽ അങ്ങനത്തെ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ചർച്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് അപ്പുറമല്ല, ഇപ്പം ആലോചിക്കാം. നിങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല. നിങ്ങൾ രാവിലെ ആകുമ്പോഴേക്കും ഓരോരുത്തരുടെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കൊരു മെക്കാനിസം ഉണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ. അത് പ്രൊപ്പോസൽ എല്ലാം കൊടുത്ത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അല്ലാതെ ഞങ്ങളൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല.